നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്നും പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPIM ജില്ലാ സെക്രട്ടറി. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും ജനവിധിയുടെ ഉത്തരവാദിത്വം വ്യക്തിക്കല്ലെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൊടുങ്ങല്ലൂർ നിയുക്ത MLAയുമായ OJ ജനീഷ്. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈനിന്റെ ആവശ്യമില്ലെന്നും വർഗീയതയിൽ ഊന്നിയ വിജയമെന്നത് LDFന്റെ എക്കാലത്തെയും ക്യാപ്സ്യൂളാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. KCക്കായി പാലക്കാട്ടും ഫ്ലെക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങൾ ഫ്ലെക്സുകളിൽ. വാർത്തകൾ വിശദമായി. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തും, ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചു. PK ശശിയുടെ വീരവാദങ്ങളെ ഒറ്റപ്പാലത്തുകാർ നിരാകരിച്ചു. ഇവിടെ പ്രേംകുമാർ ചരിത്ര വിജയം നേടി. ചിറ്റൂരിൽ മുരുകദാസിനെ തോൽപ്പിച്ചത് അപരൻ മുരുകദാസ് നേടിയ വോട്ടുകളാണ്. UDF പ്രവർത്തകർ ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിന് പോലീസ് ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകി. 7 സീറ്റ് നേടിയ LDF ഇത്തരത്തിൽ പ്രകടനം നടത്തിയാൽ എന്താവും സ്ഥിതിയെന്ന് ഓർക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊരു വല്ലാത്ത വെറുപ്പാണല്ലോ. അത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അത്രത്തോളം ഭയാനകമാണ് BJPയുടെ രാഷ്ട്രീയം രാജ്യത്തും കേരളത്തിലും. ആ കേരളത്തിൽ വല്ലാതെ അങ്ങോട്ട് വലിയ തോതിൽ പരക്കുമോ എന്നുള്ള ഒരു വലിയ വ്യാപകമായ ഭയാനകത നമ്മുടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരൽ ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അത് നന്നായി അവരെ മുതലെടുത്തിട്ടുണ്ട്. കാരണം ഇതാ BJP നിങ്ങളെ ഇപ്പോൾ ശരിപ്പെടുത്തും, അതിനൊന്നും സംരക്ഷിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPIMന് ഇല്ല എന്ന് അവരുടെ മനസ്സിനകത്തേക്ക് ഇതിനേക്കാൾ ഭയാനമായ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് മണ്ഡലത്തിലെയും അത് തന്നെയാണ്. നമ്മളൊന്നും അത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ BJP വരാതിരിക്കാനുള്ളൊരു ജാഗ്രത പൊതുവെ പാലക്കാട് മണ്ഡലത്തിൽ എടുത്തു എന്ന് തന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഭാവിയിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നിയുക്ത കൊടുങ്ങല്ലൂർ MLAയുമായ OJ ജനീഷ് പറഞ്ഞു. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈൻ ആവശ്യമില്ല. വർഗീയതയിൽ ഊന്നിയ വിജയം എന്നത് LDFന്റെ എക്കാലത്തെയും ക്യാപ്സ്യൂളാണെന്നും OJ ജനീഷ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ UDF തരംഗം ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. 100-ൽ പരം സീറ്റുകളുമായി UDF അധികാരത്തിലേക്ക് വരുമെന്ന് ആദ്യഘട്ടത്തിൽ UDF നേതാക്കന്മാർ പറഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ അതിനെ വിശ്വാസത്തിലെടുക്കാതെ തള്ളിപ്പറഞ്ഞവരാണ് കൂടുതലും. പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് വലിയ രീതിയിൽ പരിഹസിക്കുകയും കുറേയേറെ മാധ്യമങ്ങളെങ്കിലും അതിനെയൊക്കെ വലിയ രീതിയിലൊക്കെ ട്രോൾ ചെയ്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 102 സീറ്റുകളോട് കൂടി കേരളത്തിനകത്ത് UDFന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം തിരുത്തി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി സാധിച്ചു. കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റിലും ലീഡ് ചെയ്ത സമയത്ത് പോലും കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം മൈനസാണ്. തൊട്ടു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 10,000 താഴെ വോട്ടിന്റെ മൈനസിലാണ് ആ അസംബ്ലി നിന്നിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്ക് പരിഗണിക്കപ്പെടാനും മത്സരിക്കാനും ഒരു അവസരം ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ 8,308 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാനും സാധിച്ചു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ആഞ്ഞടിച്ച ഒരു തരംഗം അവിടെയും ഉണ്ടായിട്ടുണ്ട്.
SDPI വോട്ടുകൾ എന്തിനു വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ വർഗീയത ആരോപിക്കുന്നത്. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട DYFIയും CPMും ഉയർത്തിയ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ദുരന്തം സംഭവിച്ച വയനാട് മണ്ഡലത്തിലെ T സിദ്ദിഖിൻ്റെ ഭൂരിപക്ഷം 5000-ൽ നിന്നും 45,000-ആയി ഉയർന്നെന്നും ജനീഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപ്പര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും വിജയരാഘവൻ. ജനവിധിയുടെ ഉത്തരവാദിത്തം വ്യക്തിക്കല്ലെന്നും ഒരു രാഷ്ട്രീയത്തിനാണെന്നും വിജയരാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്രയോ മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് പോയതായിട്ട് കാണാൻ. ഇവിടെ തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ നോക്കി. ഇരിങ്ങാലക്കുടയിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്തും കോൺഗ്രസ് 2-ാം സ്ഥാനത്തും CPIM 3-ാം സ്ഥാനത്തും CPI സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പായിട്ട് ആപേക്ഷികമായ പരിശോധനയിൽ BJPയുടെ വോട്ടിൽ ഒരു 7000 വോട്ടിൻ്റെ കുറവാണ് കണ്ടത് ഈ മണ്ഡലത്തിൽ. ആ 7000 വോട്ട് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ കാണാനായിട്ട് കൃത്യമായിട്ട് ആ വോട്ടിൻ്റെ ഒരു നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടേതായ ഒരു രീതിശാസ്ത്രത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് UDFനാണ്. അത് സതീശൻ കാണൂല, സതീശൻ ഇതൊന്നും കാണൂല. ജയിച്ച് നിൽക്കുന്ന സതീശന് എന്തും പറയാം. അതൊന്നും അതിൻ്റെ മൂല്യമുള്ള കാര്യത്തിന് ഉത്തരം പറയാനാണ്. KCക്കായി പാലക്കാട്ടും ഫ്ലെക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങളോടെയാണ് പാലക്കാട് അഞ്ചുവിളക്കിന് സമീപം ഫ്ലെക്സ് ഉയർന്നത്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ K. പ്രേംകുമാർ. സ്വീകരണത്തിൽ പ്രേംകുമാറിനെ സ്വീകരിക്കാൻ വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു. പൂക്കോട്ടുകാവിൽ നിന്നാണ് സ്വീകരണ പരിപാടിക്ക് തുടക്കമായത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമ്മുടെ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ 12 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നമുക്ക് നേടാനായത് ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് എന്നത് അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് 35 മണ്ഡലങ്ങളിലാണ് വിജയം നേടാനായത്. ആ 35 മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ ഭൂരിപക്ഷം ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് എന്നതും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തും. ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. LDF മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണദാസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, K. സുരേഷ്, CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണദാസ്, മണ്ഡലം സെക്രട്ടറി K. വേണുഗോപാൽ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T. സുനിൽ, RJD ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി TK പ്രകാശൻ എന്നിവർ വിവിധ ഇടങ്ങളിൽ സംസാരിച്ചു. ഭാരതപ്പുഴയോട് ചേർന്നുള്ള കുട്ടികളുടെ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിൽ. ഷൊർണൂർ നഗരസഭയുടേതാണ് പുതിയ പാർക്ക്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയാണ് കുട്ടികളുടെ പാർക്കിന്റെ നിർമ്മാണം. ഷൊർണൂർ ശാന്തി തീരത്തിന് സമീപം ഭാരതപ്പുഴയോട് ചേർന്നാണ് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപായിരുന്നു പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നിരുന്നത്. അമൃതം 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 50 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. 2 കവാടം, ബാത്റൂം സൗകര്യം, ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കളിക്കാനുള്ള ഉപകരണങ്ങൾ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ടൈൽസ് പതിക്കാനുള്ള വർക്കുകൾ നടക്കാനുണ്ട്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. മെയ് അവസാനത്തോടെ പാർക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് നഗരസഭയുടെ തീരുമാനം. പാർക്ക് തുറന്നു കൊടുക്കുന്നതോടെ കുട്ടികൾക്ക് കളിക്കാൻ ഏറെ സൗകര്യപ്രദമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പാലക്കാട് യാക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പോലീസ് പെൻഷൻകാരോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് നടത്തുന്നതെന്നും സെക്രട്ടറി K. വി. ലാൽ പറഞ്ഞു. സംസ്ഥാനത്ത് നടത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് ഉപകാരപ്രദമല്ലെന്ന വ്യക്തതയുണ്ടായിട്ടും പദ്ധതി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നികുതി ഇളവുകളുടെ സാധനങ്ങൾ ലഭ്യമായിരുന്ന പോലീസ് ക്യാൻറ്റീൻ്റെ പ്രവർത്തനം ഇന്ന് അവതാളത്തിലാണ്. നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മയാണ് ക്യാൻറ്റീൻ്റെ ആകർഷണമില്ലാതാക്കിയത്. മെഡിസിപ്പ് ഇന്ന് തട്ടിപ്പിൻ്റെ മേഖലയായി മാറി. മെഡിസിപ്പ് ശാസ്ത്രീയമായി ക്രമീകരിക്കാനും സർക്കാർ തയ്യാറാകുന്നില്ല. 75 പിന്നിട്ട വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യവും പെൻഷൻ വെൽഫെയർ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതുവരെ നടപ്പായിട്ടില്ല. പൂർണ്ണ പെൻഷനുള്ള സർവീസ് 20 വർഷമായി കുറയ്ക്കുകയും അപ്പാർട്ട്മെന്റ്സ് പരിഷ്കരിക്കണമെന്നും K. വി. ലാൽ ആവശ്യപ്പെട്ടു. 2004 മുതൽ പെൻഷൻ പരിഷ്കരണ നടപടി വന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്.
ഒരു മനുഷ്യൻ്റെ മനുഷ്യായുസ്സിൽ മുഴുവനും സർക്കാരിനെ സേവിച്ച്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലാകുമ്പോൾ 60 വയസ്സ് വരെ അവർ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു പെൻഷൻ. അത് സർക്കാർ കൊടുത്തിരുന്നതാണ്. അത് 2004 കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 2013 സംസ്ഥാന ഗവൺമെൻറ് പിൻവലിച്ചു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ പെൻഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ഇതിന് പോകുന്നത്. അതിനൊരു നിർവചനം കേന്ദ്ര ഗവൺമെൻറ് പോലും പറ്റുന്നില്ല. സുപ്രീം കോടതിയിൽ ആ കേസുകൾ പോകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് വ്യത്യസ്തമായ നിലപാടുകളാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. പ്രസിഡന്റ് കെ സ്വാമിനാഥൻ, ട്രഷറർ AK യൂസഫ്, VV ബാലകൃഷ്ണൻ, K ചാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ ലക്ഷ്യം വെച്ച് 20 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ കളരിക്ക് തുടക്കം. വായനാ കളരിയുടെ ഉദ്ഘാടനം കുഞ്ചൻ സ്മാരക ചെയർമാൻ K ജയദേവൻ നിർവഹിച്ചു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാലേ വളരുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ പിന്നെന്തിനാ വായിക്കണത്? അതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അത് വളരെ രസമുള്ള വാക്യങ്ങളാണ്, ഗംഭീരമായിട്ടുള്ള വാക്യങ്ങളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും. നെല്ലൊക്കെ വിളയണത് കേട്ടിട്ടില്ല, ആ വിളയാണ്. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഒരുപക്ഷെ വായനയെ പറ്റിയിട്ട് സ്വാഗത സംഘം ചെയർമാൻ K സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ചൻ സ്മാരകം സെക്രട്ടറി നാരായണൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി. വായനശാല സെക്രട്ടറി CK ശിവദാസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ സമിതി അംഗം സന്ധ്യ ടീച്ചർ, വായനശാല വൈസ് പ്രസിഡന്റ് P പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 6 വരെ വായനശാലയിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രകൃതിയെ വർണ്ണാഭമാക്കി പൂവാകകൾ യാത്രക്കാർക്ക് നയന മനോഹര കാഴ്ചയായി മാറുകയാണ്. ലോകപ്രശസ്തമായ അലങ്കാര പുഷ്പമായ ചുവന്ന വാഗ മഡാഗാസ്കറിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാതയോരങ്ങളിൽ പൂത്തുനിന്നിരുന്നത് കണിക്കൊന്നകളായിരുന്നുവെങ്കിൽ വേനൽ ചൂടിനെ അതിജീവിച്ച് നയന മനോഹര കാഴ്ച നൽകുകയാണ് പൂവാകകൾ. പുഷ്പവർഷം കഴിഞ്ഞ് പൂക്കാലം വിട പറയാൻ ഒരുങ്ങുന്ന സമയത്താണ് പ്രകൃതി സ്നേഹികളുടെ മനസ്സിൽ സന്തോഷം നൽകി പൂവാകപ്പൂക്കൾ പൂത്തുനിൽക്കുന്നത്. പാതയോരത്തെ വൃക്ഷങ്ങൾക്കിടയിൽ ചുവപ്പ് നിറമുള്ള പൂക്കട ചൂടി വാഗമരങ്ങൾ നിൽക്കുന്നത് ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. കടുത്ത വേനലിൽ പൂക്കുകയും വസന്തം പോകുന്നതോടെ ഇല കൊഴിയുകയും ചെയ്യുകയാണ് പതിവ്. വാഗപൂമരം എന്ന പേരുള്ള ഗുൽമോഹൻ സാമൂഹ്യ ബലവൽക്കരണത്തിന്റെ ഭാഗമായി 1980-കളിലാണ് കേരളത്തിലെത്തിപ്പെട്ടത്. ലോകപ്രശസ്തമായ അലങ്കാര പുഷ്പമായ ചുവന്ന വാഗ മഡാസ്കറിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാതയോരങ്ങളിൽ പൂത്തുനിൽക്കുന്നത് കണിക്കൊന്നകളായിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡിന് ഇരുവശത്തും വേനൽ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്ന ചുവന്ന പൂവാകപ്പൂക്കൾ പ്രകൃതിയെ നയനമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്തരം പ്രകൃതി രമണീയമായ പൂമരങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറയുന്നത്. മാസങ്ങളിൽ കണിക്കൊന്നയാണ് പാതയോരങ്ങളിൽ പൂത്തു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ചുവന്ന വാഗയാണ് പൂത്തു നിൽക്കുന്നത്. ഈ ചുവന്ന വാഗയുടെ ചുവന്ന പൂക്കൾ ഈ കറുത്ത റോഡിൽ കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ കൊടുംവേനലിൽ പല മരങ്ങളുടെ ഇല പൊഴിഞ്ഞ് മരങ്ങൾ മാത്രമായി നിൽക്കുമ്പോഴാണ് ഈ കണിക്കൊന്ന പൂക്കുന്നത്. ഇതിന് ഗുൽമോഹർ എന്ന പേരും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വായനക്കാരെ തേടി പുസ്തകങ്ങൾ എത്തിക്കുന്ന വേറിട്ട മാതൃകയായ പുസ്തകവണ്ടിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നേരിട്ടറിയാൻ തൃശൂർ വിമല കോളേജ് വിദ്യാർത്ഥികൾ കോട്ടായിയിലെത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ സ്മാരക വായനശാലയുടെ 10 ദിവസത്തെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് 1ാം വർഷ BA മലയാളം വിദ്യാർത്ഥികൾ എത്തിയത്. വായന സംസ്കാരം ഡിജിറ്റൽ യുഗത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ പുസ്തകങ്ങളെ എങ്ങനെ ജനകീയമാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ അജേഷ് മാസ്റ്ററും പുസ്തകവണ്ടിയും. കഴിഞ്ഞ 7 വർഷത്തിനിടെ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുത്തനൂർ, കുഴൽമന്ദം, മലമ്പുഴ എന്നീ സ്ഥലങ്ങളിൽ 35,000-ഓളം കിലോമീറ്ററുകൾ പിന്നിട്ട് സഞ്ചരിക്കുന്ന ലൈബ്രറി ഗ്രാമീണ മേഖലയിലെ വായനക്കാരിലേക്ക് വിജ്ഞാനം എത്തിക്കുന്ന രീതി വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി. കേവലം പുസ്തക വിതരണത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രസ്ഥാനവുമായി വായനശാല എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് വായനശാല ഭാരവാഹികൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. 10 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് കാലയളവിൽ ലൈബ്രറി സയൻസ്, ഡിജിറ്റൽ ലൈബ്രറി മാനേജ്മെൻറ്റ്, ഗ്രാമീണ വായനശാലകളുടെ പ്രവർത്തനങ്ങൾ, പുസ്തകവണ്ടിയുടെ ഏകോപനം എന്നിവയിൽ വിദ്യാർത്ഥികൾ പ്രായോഗിക പരിശീലനം നേടും. ഭാഷാ പഠനത്തോടൊപ്പം ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുന്നത്
വിദ്യാർത്ഥികളുടെ സർഗാത്മക വികസനത്തിന് സഹായകമാകുമെന്ന് വായനശാല ഭാരവാഹികൾ പറഞ്ഞു. അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വായനശാല പ്രതിനിധികളും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പുസ്തകവണ്ടിയുടെ യാത്രയിൽ പങ്കുചേരാനും വായനക്കാരുമായി നേരിട്ട് സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരാജയത്തെ വലിയൊരു തിരിച്ചടിയായാണ് കാണുന്നതെന്നും പരാജയത്തിൽ കൃത്യമായി പരിശോധന നടത്തുമെന്നും ഏതെല്ലാം കാര്യങ്ങളിലാണ് തിരുത്തൽ വരുത്തേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇത്ര വലിയ തരംഗത്തിലും പാലക്കാട് LDF വോട്ടുകളിൽ ചോർച്ച ഉണ്ടായില്ലെന്നും കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFനെ സഹായിച്ചെന്നും CPIM ജില്ലാ സെക്രട്ടറി. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നും സ്ഥാപിത താൽപര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ജയിച്ചു എന്നത് വസ്തുതയാണെന്നും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും ജനവിധിയുടെ ഉത്തരവാദിത്വം വ്യക്തിക്കല്ലെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം. യുവനിരയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൊടുങ്ങല്ലൂർ നിയുക്ത MLAയുമായ OJ ജനീഷ്. അതിന് യൂത്ത് കോൺഗ്രസ് എന്ന ടാഗ് ലൈനിന്റെ ആവശ്യമില്ലെന്നും വർഗീയതയിൽ ഊന്നിയ വിജയമെന്നത് LDFന്റെ എക്കാലത്തെയും ക്യാപ്സ്യൂളാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. KCക്കായി പാലക്കാട്ടും ഫ്ലെക്സുകൾ. റിയൽ ലീഡർ KC നയിച്ചു, കേരളം ജയിച്ചു എന്ന വാചകങ്ങൾ ഫ്ലെക്സുകളിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.